സ്വാമിയേ ശരണമയ്യപ്പ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹ്യപുത്രൻ. ആരാണ് സഹ്യൻ? സഹ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാപർവ്വതം. എന്താണ് സഹ്യൻ്റെ ധർമ്മം? ഒരു മിനിറ്റ്. അതിൻ്റെ മകനാണ് വിഘ്നേശ്വരൻ. ശിലയിൽ നിന്നും ഉദ്ഭവിക്കുന്നതാണ് ഓരോ ഈശ്വരന്മാരും. കരിവീരൻ എന്നും അവകളെ പറയപ്പെടുന്നു. ആരാധനാ സമ്പ്രദായങ്ങൾ ജീവാത്മാവും പരമാത്മാവും ചേർന്ന് ചെയ്യുന്ന പുണ്യകർമ്മമാണ്. അതായത് ആരാധനാ സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാപർവ്വതത്തിൽ നിന്നും ഒരു ശിലാ കഷ്ണം വേർപെടുത്തിയെടുത്ത് അതിൽ ചിത്രം വരച്ച് ഏത് മൂർത്തിയെയാണോ നിങ്ങൾ ഉപാസിക്കുന്നത് അവിടെയാണ് ഒരു ശില്പിയുടെ ചാരുത. വിഗ്രഹങ്ങൾ ആരാധന ചെയ്യണത് ശിലകളിലാണ്. അത്യാവശ്യം കാഠിന്യമേറിയ മാസ് കൂടിയ ശിലകളിൽ. മരപ്പാവകളൊന്നും ആരാധന ചെയ്യലില്ല. അതൊക്കെ വേർപാടിന് ഉപയോഗിക്കുന്നതാണ്, പ്രേത വേർപാടുകൾക്ക്. അത് പല മരങ്ങളുണ്ട്, ചന്ദനം, പാല. അതിന് തടസ്സം നിൽക്കാനും ഈ സഹ്യപുത്രനും സഹ്യപുത്രിക്കും ഒക്കെ കഴിയും. അപ്പോൾ നമുക്കൊരു തുണ്ട് കടലാസിൽ എഴുതിയ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും വിചിത്രമായ രൂപങ്ങളോടുകൂടി കുത്തി ആരാധന ചെയ്യുന്നത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, മൃഗാധിപത്യം വർദ്ധിക്കാതിരിക്കാനും കൂടിയാണ്. മൃഗാധിപത്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യ രാശിക്ക് അത് എന്നും നാശം. മനസ്സിലായല്ലോ? വിളനാശങ്ങൾ, ആളുകളുടെ ഹാനി, ആൾനാശം, വിളനാശം, സ്വസ്ഥതക്കുറവ്. അതായത് നമുക്കൊരു ചെറിയൊരു ഗാനത്തോടു കൂടി അവസാനിപ്പിക്കാം. ഉലകനാഥനാണ് ഇത്രയും മഹാദേവൻ, ഉരകാധിപനും കൂടിയാണ്. അപ്പം എന്തൊക്കെയാണ് ഉരകങ്ങൾ? നാഗങ്ങൾ മാത്രമല്ല ഉരകങ്ങൾ, ഇഴഞ്ഞു നീങ്ങണ, അതായത് കൈകാലുകളില്ലാത്ത ജീവികൾ. മത്സ്യവും ഉരകമാണ് ഒരു കണക്കിന്. പക്ഷെ ജലമാണ് മാധ്യമം എന്നർത്ഥം. വായുവിൽ മാധ്യമം, ഇഴഞ്ഞു നീങ്ങണ പക്ഷികൾ. ചിറകാശ്രയം. ഒന്നോ രണ്ടോ തൂവലുകൾ അടർന്നു വീണോണ്ടോ കൊത്തിപ്പരിക്കേറ്റുകൊണ്ടോ ഒന്നും അവർ പറക്കാതിരിക്കില്ല. അവർക്കുണ്ട് മനുഷ്യൻ്റെ മാതിരി ഉന്മൂലനം ചെയ്യപ്പെടുന്ന അവസ്ഥ. നമ്മൾ കണ്ടില്ലേ, കുട്ടനാട് ഭാഗത്തൊക്കെ ഒരു പ്രളയകാലത്ത് താറാവുകളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചേർന്നത് അണുബാധ. അല്ലെങ്കിൽ അത് മനുഷ്യനിലേക്ക് എടുക്കും, ചത്തൊടങ്ങും. അപ്പോൾ എന്ത് വേർപാടുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. പരമാവധി ജലത്തിൽ ഒഴിവാക്കേണ്ടത് ജലത്തിൽ ഒഴിവാക്കണം. അത് പിന്നെ ആരും കാണരുത്. വല്ല മരത്തിൽ കൊണ്ടുപോയി തറയ്ക്കേണ്ടതുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് മരത്തിൽ കൊണ്ടുപോയി തറയ്ക്കണം. ഇനി വല്ലതും നാശമാവാതെ ഇതേ രൂപത്തിലാക്കുക. ഇത്ര ഉണ്ടാവും ഒരാൾ രൂപം. അതിനെടുക്കുക ഈ അഘോരികൾ മാല കെട്ടണ മാതിരി മെഷീൻ നൂലെടുക്കുക, കറുപ്പ്. അപ്പോൾ അതൊക്കെ ചെയ്യണത് ചില സത്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വല്ലാണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ആളെ അങ്ങോട്ട് വിളിക്കുക, വേണ്ട വിധാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക, ഒതുക്കിയിരുത്തുക, അടക്കം ചെയ്ത് ചെറിയ ഒരു ഇത്ര പോകുന്ന കുപ്പിയിലേക്ക് ഇറക്കി വെക്കുക. ചെതല് പിടിച്ച് നാശാവരുത്, മൂടുക. പെട്ടെന്ന് മനുഷ്യർക്ക് കിട്ടാത്ത തരത്തിൽ കുറച്ചടിയിൽ ഒരു 7 അടി 6 അടി 7 അടി താഴ്ചയിലൊക്കെ കുഴിച്ചിടുക. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും പെട്ടെന്ന് ഒരാളുകൾക്ക്
തേടി കണ്ടെത്താൻ സാധിക്കില്ല. അതൊരു കണക്കിനൊരു മഹാനിധിയാണ്. പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളുടെ രാശികളൊക്കെ അനുസരിച്ച് ഏകദേശം അത് നല്ലൊരു ജ്യോത്സ്യരെ കണ്ടറിയാം. ജ്യോത്സ്യരെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അത് ലേശം സമയദോഷം പിടിച്ച സമയത്താണ്. അതൊരു യക്ഷിയാണ്. അപ്പോൾ ഈ യക്ഷി രക്ഷിക്കാനും നന്നു, നമ്മളെ അങ്ങോട്ട് മേലേക്ക് കൊണ്ടുപോകാനും നന്നു. അപ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടേണ്ട ഒരു നിധിയല്ല. അതാണ് ഈ നിധി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ വളപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ വളപ്പിനെ മാത്രമല്ല നമ്മൾ പോണ ഇടങ്ങളെയൊക്കെ ബാധിക്കും, ചുറ്റുപാടും ബാധിക്കും, വീട് പണികളെ ബാധിക്കും. പ്രത്യേകിച്ചിട്ട് കെട്ടിട മേഖലകൾ, പിന്നെ അങ്ങനെ പല മേഖലകളും അത് ബാധിക്കും. അത് ഒരുപാടുണ്ട്, വീഡിയോ ലെങ്ത്ത് കൂടുള്ളൂ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ വല്ല ഗുരുനാഥനെ അതിനെപ്പറ്റി അറിവുള്ള ആളുകളെ ഏൽപ്പിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിച്ചാൽ അതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക. അപ്പോൾ പിന്നെ അവർ വേണ്ടപ്പെട്ട ആളുകളെ കണ്ടോളും. കണ്ടിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഒഴുക്കി വിടേണ്ടതാണെങ്കിൽ ഇങ്ങനെ ഒഴുക്കി വിടും. ഒരു ഹോമകുണ്ടം ഒരുക്കി അതാണ് നശിപ്പിക്കേണ്ടതാണെങ്കിൽ നശിപ്പിക്കപ്പെടും. പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിനൊക്കെയാണ് ഈ ദുർമന്ത്രവാദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നത്. ആവശ്യത്തിനൊക്കെ എല്ലാവരും വേണം. ഹോമവും വേണം, ഹോമകുണ്ടവും വേണം, ഗണപതിയും വേണം, സരസ്വതിയും വേണം, മഹാലക്ഷ്മിയും വേണം, വിഷ്ണുമായും വേണം, ഭദ്രകാളിയും വേണം. അത് കഴിഞ്ഞാൽ അതേമാതിരി ഒഴിവാക്കാനുള്ള ആളുകളും വേണം. അപ്പോൾ ചിത്തത്തിൽ എപ്പോഴും ഭക്തിയുണ്ടാകുവാൻ പ്രാർത്ഥനയോടെ വിസ്മരിക്കൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ചിന്തിച്ചിരിക്കരുത്. ഓക്കെ. അപ്പോൾ യക്ഷഗന്ധര കിന്നർവന്മാർ അടുത്ത് വരുമ്പോൾ നമുക്ക് വേറെ അറിയാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ നോക്കുക അതൊക്കെ. അപ്പോൾ ഓം നമോ നാരാധൻ വെള്ളം ദാനം ചെയ്യുന്നവരെ യമ എന്താ അത് നമ്മളെ മൃത്യുഞ്ജയ മന്ത്രത്തിലുണ്ടല്ലോ യമാമൃതം എന്ന് പറഞ്ഞാൽ എന്താ, ജലം. അവിടെ മദ്യമല്ല, ചിക്കൻ ബിരിയാണി അല്ല. മരിക്കുമ്പോൾ ചോദിക്കുക ലേശം വെള്ളം, അപ്പോൾ അത് കൊടുക്കുക. യമാമൃതം അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. യമൻ തരുന്ന ഒരു അമൃതമാണ് ജലം. അപ്പോൾ സ്വാമി ശരണം. നന്ദികേശായ നമഃ.